ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സ്, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന +2 എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ വളരെ കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിൽ 2-3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓഡ് വൺ ഔട്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കാം. ടേംസ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് വെർ കോയിൻഡ് ബൈ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഈ 2 ടേമും ആദ്യമായിട്ട് കോയിൻ ചെയ്തത്, ആദ്യം പറഞ്ഞത് ആരാണ്? റാഗ്നർ ഫ്രിസ്ക് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് ഈ 2 ടേംസും ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ദെൻ the second question, the general theory of employment, interest and money was published in the year. ഏത് വർഷമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ്. സോ 1936 പബ്ലിഷ് ചെയ്തത്. സോ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ആഡം സ്മിത്തിൻ്റെ അൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ ഏതാണെന്നുള്ളത് മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ആൻസർ കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. സോ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി അത് പബ്ലിഷ് ചെയ്ത ഇയർ 1936. ദെൻ ദ തേർഡ് question, household sector, firm sector, government sector and dash are the 4 sectors in the economy. ഒരു എക്കണോമിയിൽ 4 സെക്ടർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഹൗസ് ഹോൾഡ് സെക്ടർ ഉണ്ട്, ഫേം സെക്ടർ ഉണ്ട്, ഗവൺമെൻറ് സെക്ടർ ഉണ്ട്. ഇത് കൂടാതെയുള്ള 4ാമത്തെ സെക്ടർ ഏതാണ്? ദാറ്റ് ഈസ് എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം. ഏതൊക്കെയാണ് ഒരു എക്കണോമിയിലെ 4 സെക്ടേഴ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടർ, ഫേം സെക്ടർ, ഗവൺമെൻറ് സെക്ടർ ആൻഡ് ദി എക്സ്റ്റേണൽ സെക്ടർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ. ആരാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 1936 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ആരാ എഴുതിയിരിക്കുന്നത്? ആഡം സ്മിത്ത് ആണോ, ആൽഫ്രഡ് മാർഷൽ ആണോ, JM കെയ്ൻസ് ആണോ, റാഗ്നർ ഫ്രിസ്ക് ആണോ? ഈ 4 എക്കണോമിസ്റ്റുകളുടെ പേരുണ്ട്. ഇതിൽ ആരാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്? ഇത് പബ്ലിഷ് ചെയ്തത് 1936 പറഞ്ഞു. ഇത് എഴുതിയത് JM കെയ്ൻസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, സോ ദ ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. ലോക സാമ്പത്തിക മാന്ദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് തുടങ്ങിയത്? 1776 1892 1936 1929 സോ ദി ആൻസർ ഇസ് 1929. ഓക്കെ, 1920 ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു 2 ക്വസ്റ്റ്യൻസിനും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം, കാരണം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ. സോ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. സോ ജസ്റ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ്, ശരിക്കും പറഞ്ഞാൽ ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈസ് ഓഫ് റൈസ്, savings of an individual household, profit of a firm, wholesale price level. അതിനൊരു ക്ലൂ പറയാം. ഇതിലെ ഒരു 3 മൈക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ഒരെണ്ണം മാത്രം മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, റൈസിൻ്റെ പ്രൈസ് അല്ലേ, അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹൗസ് ഹോൾഡ് സേവിങ്, അതേപോലെ തന്നെ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ്, ഇതെല്ലാം എന്താണ്? മൈക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ഹോൾസെയിൽ പ്രൈസ് ലെവലാണ്. ഓക്കെ, കാരണം എന്താ, മൊത്തമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഒരു മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ആണ്. ഹോൾസെയിൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഒരു മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ആണ്. സോ അതേഴ്സ് ആർ മൈക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ്, ടോട്ടൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇൻകം ഓഫ് എ ഫാമിലി, ടോട്ടൽ എക്സ്പോർട്സ്. ഇവിടെയും 4 ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. ഇതിൽ ചിലത് മൈക്രോ എക്കണോമിക് ഇൻഡിക്കേറ്ററും മറ്റത് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സുമാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം കണ്ടെത്തിയാൽ മതി. മൈക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ഏതാണെന്നുള്ളത് കണ്ടെത്തിയാൽ മതി. കാരണം ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ് ആണെങ്കിലും, ടോട്ടൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആണെങ്കിലും, ടോട്ടൽ എക്സ്പോർട്ട് ആണെങ്കിലും, ഇതെല്ലാം എന്താണ്? മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പക്ഷേ ഒരു ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ അതെന്താണ്? ഒരു മൈക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ആണ്.
ഓക്കെ, സോ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നല്ല രീതിയിലൊന്ന് നോക്കുക, അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് പബ്ലിക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വൺ വേർഡ് ഓറിയൻറ്റ് ചെയ്തിട്ട് പഠിച്ചു പോയിട്ട് സോ പിന്നീട് അങ്ങോട്ട് നമ്മൾ 2 മാർക്കിൻ്റെയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ഏരിയയും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മോഡൽ എക്സാം പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നമ്മൾ സെറ്റാക്കി എടുക്കും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.